നോക്കിയാൽ നിങ്ങൾ എന്ത് രസമാണ് കാണാൻ. ഇതൊക്കെ കണ്ടപ്പോ എല്ലാരും പറഞ്ഞു വണ്ടി ഒന്ന് സൈഡാക്കുകയെന്ന്, നമുക്ക് ഫോട്ടോ എടുത്തിട്ട് പോവാന്ന്. അങ്ങനെ വണ്ടി സൈഡാക്കി എല്ലാവരും ഇതാ ചായത്തോട്ടത്തിൽ കൂടെ നടന്നു വരുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത്. വൈകിപ്പിച്ചില്ല, എല്ലാവരും ഫോട്ടോ എടുത്താണ്ടേ പെട്ടെന്ന് ജീപ്പിക്കാനാണ് കയറി. കാരണം പാക്കണക്ക് നേരത്തെ എത്ര ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ളതാണ്. അങ്ങനെ നമ്മള് അനസിന്റെ കുഞ്ഞുമോന്റെ പെണ്ണുങ്ങളെ വീട്ടിലെത്തിക്കണേ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ വന്ന വീട്. ഏത് പാക്കണുള്ള വീട്. ഇവിടൊക്കെ എന്നും ആന ഇറങ്ങുന്ന സ്ഥലം കേട്ടോ. ഇത് ഇവിടുത്തെ അമ്മ പറഞ്ഞാണ് ഇത് ആനന്റെ ചവിട്ടടികളാണ്. ഇന്നലെ ആന ഇങ്ങോട്ട് വന്നിനി. അപ്പൊ ഏതായാലും നമുക്ക് ചായയും കടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതും തിന്ന് എന്താ അടുക്കളയില് നമ്മളെ താത്താന്റെ അമ്മ നല്ല പണിയിലാട്ടോ, എന്തോ കറിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പൊ ഇതാ മൂത്തമ്മാന്റെ മോന്റെ പെണ്ണുങ്ങളോട് അതാണ് വീട് പാക്കണുള്ളത്. ഇവിടെ നമ്മളെ ബക്കറാക്കും പിള്ളേരുണ്ടാവും. താഴെ അങ്ങാടിയിൽ പോയൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളങ്ങോട്ട് പോണത്. ഏതായാലും കാണാൻ വേണ്ടി നമ്മൾ പോവാണ്. അപ്പൊ നമ്മളങ്ങോട്ട് പോയൊക്കെയാണ് കേട്ടോ. ഇതാണ് പാക്കണ അങ്ങാടി. അല്ലോ അത് പോണ് താടിക്കാരൻ ബാവാന്റെ ഉടച്ച് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ വരുന്നേ നമ്മളെ ബാവ. ബാവ പറഞ്ഞേ നമ്മൾ ബക്കറാക്ക വീട്ടുണ്ടാവും, അങ്ങോട്ട് പോയോക്കാൻ. അങ്ങനെ നമ്മള് ബാവാന്റെ ഓട്ടർച്ചി കയറിയിട്ടാ പോണത്. ഓലിക്കതൊക്കെ എത്തിയിട്ടോ. എല്ലാരും ഇതാ വരണേ. ഇതാണ് ബക്കറാക്കാന്റെ വീട്. ഇനി ഇതൊക്കെ ബക്കറാക്കാക്ക് എന്താ പണി നോക്കണ നോക്കിയാണെ മരുന്നടിക്കേനി. ഇപ്പൊ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് കുഞ്ഞോളെ കാണാനാണ് നമ്മൾ പാക്കണക്ക് വന്നത്. അപ്പൊ ബക്കറാക്ക കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ടോ. ബക്കറാക്കാന്റെ തോട്ടത്തിലേ നല്ല മൂച്ചിയും അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. ഇതാ പെങ്ങള് മാങ്ങ പറിച്ചാണ്. ഇത് ബക്കറാക്കാന്റെ വീടിന്റെ മുന്നിലുള്ള ചായത്തോട്ടോ. എന്ത് രസമാണ് കാണാൻ. ഞമ്മക്കുള്ള ജ്യൂസ് റെഡി ആയിക്കോ. ആണ് നോക്കിയാൽ ബക്കറാക്കാന്റെ ഒരു സ്നേഹം. മുത്താണത്.